Good evening. Good evening, sir. Good evening, sir. Good evening, sir. Good Good evening, evening, sir. sir. Good evening, sir. Good Good evening, sir. Sir. Good evening. കുറച്ചധികം നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, ഒരു മാസത്തോളമായി. ലാസ്റ്റ് വീക്കിലെ ക്ലാസ്, ലാസ്റ്റ് വീക്ക് അല്ലല്ല, അതിന് മുമ്പത്തെ വീക്കിലെ ക്ലാസ് കുറച്ച് എമർജൻസി ആയതുകൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ ആ വീക്ക് ഫിസിക്സ് ആയിരുന്നു. ഇതിനു മുമ്പത്തെ വീക്ക്, കഴിഞ്ഞ വീക്കല്ല, അതിന് മുമ്പത്തെ വീക്ക് ഫിസിക്സ് ആയിരുന്നു അല്ലേ? മൺഡേ എന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇത് ട്യൂസ്ഡേ മോഡലായിരുന്നു. മറന്നുപോയോ? എന്നെ മറന്നുപോയോ നിങ്ങള്? ഇല്ലല്ലോ. മൺഡേ ക്ലാസ് ഉണ്ടായിരുന്നോ? ഈ മൺഡേ ലീവായിരുന്നു. ഓർമ്മയൊന്നും ഇല്ലേ ക്ലാസിന്റെ കാര്യം? ഉണ്ടായിരുന്നു, സർ. ഉണ്ടായിരുന്നു. ഏത് ഫാക്കൽറ്റി ആയിരുന്നു? മുജീബ് സാറായിരുന്നു, ലുലു സാറായിരുന്നു? ലുലു, സർ. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ചാപ്റ്റർ 5 അവസാനമാണ് അല്ലെ? ചാപ്റ്റർ 5 കഴിഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു തോന്നുന്നു. ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇനി മുതലുള്ള ക്ലാസ്സുകൾ. ഞാൻ പറഞ്ഞില്ലേ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോകുന്നത്. ഈ +1 +2 ഒക്കെ ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് കഴിഞ്ഞാൽ +1 +2 വന്നു കഴിയുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. അത് പറയാനുള്ള കാരണം +1 +2 കുറെ ഇതുണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ 10th പോലെ ഒന്നുമല്ല. 10th 7 ചാപ്റ്റേഴ്സ് ഉള്ളൂ. +1 +2 പോയി കഴിഞ്ഞാൽ 16 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. കെമിസ്ട്രി തന്നെ 16 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടാവും. 16-15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു ചാപ്റ്ററിന്റെ വലിപ്പം നല്ല അധികം ഉണ്ട്. എന്നുവെച്ചാൽ കുറെ കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട് എല്ലാ ചാപ്റ്ററിലും. അപ്പൊ അതിൽ തന്നെയുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ. അവിടെ 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നില്ല +1. അപ്പൊ ആ 2 ചാപ്റ്റേഴ്സ് എളുപ്പമാണെങ്കിൽ ഈ 10th ഒന്ന് കഷ്ടപ്പെട്ടാണ്, ഈ 2 ചാപ്റ്റേഴ്സ് കഷ്ടപ്പെട്ടാണ്, അവിടെ ആ ചാപ്റ്റേഴ്സ് 2 എളുപ്പമായിരിക്കും. ബാക്കി ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് കുറെ ഫോക്കസ് കൊടുക്കാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക, വലിയ ഡിഫിക്കൽട്ടി ഒന്നും അല്ല. ഇനി പാടാണെന്ന് വെച്ചാൽ ചെറിയൊരു പാടൊക്കെ ആണ്. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ, ബേസിക് ഇല്ലെങ്കിൽ ഒരു നല്ല പാടുണ്ടാവും കേട്ടോ. ഓക്കെ, സോ ഓർഗാനിക് കെമിസ്ട്രി വന്നത്, ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് എന്ത് കോമ്പൗണ്ട്സ് ആണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെ കുറിച്ച്? വാട്ട് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓർഗാനിക് കോമ്പൗണ്ട്സ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? യെസ്, അബിൻ പറഞ്ഞു. അബിൻ നോക്കട്ടെ. സാർ, ഈ നാച്ചുറൽ കോമ്പൗണ്ട്സ് ആണോ? നാച്ചുറൽ കോമ്പൗണ്ട്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നാച്ചുറൽ മാത്രമല്ല, രണ്ടും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് പിള്ളേരെ ചാപ്റ്റർ 5 നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല ഒബ്ജക്ട്സും പല മെറ്റീരിയൽസും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. എന്നിട്ട് പോലും പറയാൻ പറ്റില്ല. ബിലാൽ നോക്കട്ടെ, ഏതാണ്? സോപ്പ്, ഫ്യൂവല്, പെട്രോള്, ഡീസലൊക്കെ ഇല്ലേ, കെറോസിൻ, അതുപോലത്തെ ഉള്ള ഒബ്ജക്ട്സ് ഒക്കെ, അതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. എലിസബത്ത് വേറെന്താ പറയാൻ ഉദ്ദേശിച്ചത്? Compounds of hydrogen and carbon. കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. എല്ലാ കോമ്പൗണ്ട്സും അല്ല, മിക്ക കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഫസ്റ്റ് ഏതാണ്? കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കാർബൺ കോമ്പൗണ്ട്സ്. അത് വെറൈറ്റി കുറെ വലിയൊരു മെജോറിറ്റിയിൽ വന്നതാണ്. നമ്മുടെ ആൻസറിലേക്ക് വന്നിട്ടില്ല. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചാപ്റ്റർ 5 നമ്മൾ കണ്ടു, എന്നിട്ട് പോലും ഓർമ്മയില്ല. അമോണിയ, അതാണ് ഫെർട്ടിലൈസേഴ്സ് ഒന്നും അല്ല. ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ല. ഷുഗർ കണ്ടിട്ടുണ്ടോ? ഷുഗർ കഴിച്ചിട്ടുണ്ടോ? ചായ കുടിച്ചോ എല്ലാവരും? രാവിലെ ചായ കുടിച്ചിട്ടില്ലേ? ഈ ഷുഗർ എന്ത് സാധനം അറിയാം? ഓർഗാനിക് കോമ്പൗണ്ട് ആണ്.
ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഷുഗർ. ഷുഗറിന്റെ ഫോമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കി. C12H22O11 ഓർമ്മയുണ്ടോ? കാർബണോ ഹൈഡ്രജൻ ഓക്സിജൻ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലോത്ത് ഇല്ലേ, തുണി നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഡ്രസ് ഇല്ലേ, ആ ക്ലോത്ത് ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇനി വേറെ എക്സാമ്പിൾ, ഇപ്പൊ പറഞ്ഞ പെട്രോൾ, ഡീസൽ, കെറോസിൻ ഇതുപോലത്തെ ഉള്ള എല്ലാ കോമ്പൗണ്ട്സും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. വുഡ്, തടിയില്ലേ, തടി, വുഡും ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. നിങ്ങൾ എവിടെ ഒന്ന് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും, നിങ്ങളുടെ വീട്ടിൽ തന്നെ പല സ്ഥലത്തും കാണുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്. നിങ്ങൾ പേര് അറിയില്ല എന്നുള്ളത്. ഈ ഡൈകളൊക്കെ ഇല്ലേ, കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈസ്, അതിൽ കൂടുതൽ ഡൈസും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. എല്ലാ ഡൈസും അല്ല, മെജോറിറ്റി ആൾക്കാരും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇനി എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പഠിക്കുക? ഇതൊക്കെ നമ്മൾ കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു, ഇത്ര ആൾക്കാരൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇനി എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറും നിങ്ങൾ കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആണ് ശരിക്കും. ഡെഫിനേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺസ് ആർ കോൾഡ് ഓർഗാനിക് കോമ്പൗണ്ട്. എഴുതണ്ടാട്ടോ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് ഈ കാർബണിന്റെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, കാർബണിന്റെ ഒരു കോമ്പൗണ്ട്, സാബിത്തെ ഒരു കോമ്പൗണ്ട് പറഞ്ഞു. സാബിത്തെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആണോ? യെസ് ഓർ നോ? നമ്മൾ പറഞ്ഞു കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അങ്ങനെയാണെങ്കിൽ CO2 ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണോ? യെസ് ഓർ നോ? ആണോ അല്ലയോ? ഗസ് ചെയ്തോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പറയില്ലേ? ഷുഹൈബ്, ഇന്ന് കണ്ടപ്പോ നല്ല ഉഷാറായിരുന്നല്ലോ, നിന്ന് പറഞ്ഞു. സാർ ഹൈഡ്രജൻ ഇല്ലല്ലോ. ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓർഗാനിക് കോമ്പൗണ്ട് ആവാണ്ടിരിക്കില്ല. CO2 ആണോ അല്ലേ? എനിക്ക് അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആണോ? അല്ല കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. കാർബൺ മോണോക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആണോ? ആണോ? അല്ല. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒന്നും ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, യൂറിയ എന്ന് കേട്ടിട്ടുണ്ടോ? യൂറിയ ചാപ്റ്റർ 5 കണ്ടതാണ്. യൂറിയ ഓർഗാനിക് കോമ്പൗണ്ട് ആണോ? അറിയില്ലാത്ത കാര്യം നിങ്ങൾ ചോദിക്കുവാണ്, ആണോ എന്ന് ചോദിക്കുവാണ്. ആണോ? അതെ കേട്ടോ, ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. യൂറിയയുടെ ഫോർമുല വന്നത് CONH2 ട്വൈസ് എന്നാണ്. CONH2 ട്വൈസ്. അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ്. കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പക്ഷെ അതിലും CO2, CO ഒക്കെ കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ്. ഇവരൊന്നും ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ല. ഓർഗാനിക് കോമ്പൗണ്ട്സിന് നമുക്ക് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയാം, കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ്. കാർബണിന്റെ കൂടെ ചിലപ്പോൾ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജനും കാർബണും ഉള്ള കോമ്പൗണ്ട്സിനൊക്കെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയും. എല്ലാം അല്ല കേട്ടോ, എല്ലാവരും അല്ല. കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സിന് ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയും. ഇനി അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമല്ല ഉള്ളത്. നമ്മൾ യൂറിയ കണ്ടുല്ലോ, യൂറിയയുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ. യൂറിയയിൽ ആരും കൂടി ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇനി ഓക്സിജൻ വരാം. ഷുഗറിന്റെ കേസ് നമ്മൾ കണ്ടു, C12H22O11, അതിൽ ഓക്സിജനും ഉണ്ട്. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനോ നൈട്രജനോ വേറെ എലമെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആകും. ഓക്കെ, എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്താണെന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ. ഇർഫാനെ പറഞ്ഞു, ഡൗട്ട് ആണോ? സാർ ഈ ഗ്ലൂക്കോസ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. C12H22O11 അതിന്റെ ഫോർമുലയും ഷുഗറിന്റെ ഫോർമുല തന്നെയാണ്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതെ അബിൻ. സാർ നമ്മളിപ്പോ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്ന് എങ്ങനെ തിരിച്ചറിയണം? അത് നമുക്ക് ഡയറക്റ്റ് തിരിച്ചറിയാൻ പറ്റും. ഡയറക്റ്റ് തിരിച്ചറിയാനുള്ള വഴിയൊന്നുമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് നോട്ട്ബുക്ക് എടുത്തെല്ലാവരും നോട്ട്ബുക്കിൽ ഒരു ഹെഡിങ് കൊടുത്തു, ചാപ്റ്ററിന്റെ ഹെഡിങ്, ചാപ്റ്റർ 6 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്.
ആൻഡ് ഐസോമേഴ്സ്. രണ്ട് കാര്യങ്ങൾ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്ന് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സും ദെൻ ഐസോമേഴ്സ്. രണ്ട് ഡിഫറെന്റ് ടോപ്പിക്സ് ആണ്, കണക്റ്റഡ് ആണ്, ഡിഫറെന്റ് ടോപ്പിക്സ് ആണ്. എന്താണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ? എന്താ നോമൻക്ലേച്ചർ? പേരിടൽ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേര് വിളിക്കുക. ഒരു കൊച്ചിന് പേരിടുന്ന പോലെയാണ് നമ്മൾ ഇനി കുറെ കോമ്പൗണ്ട്സ് കാണും. ഈ കോമ്പൗണ്ട്സിന്റെ ഒക്കെ പേരിടാൻ പോവാണ്. വഴി കാണാട്ടോ നമുക്ക്. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാ? ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരേണ്ട എലമെന്റ് ആരാണ്? കാർബൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കാർബണിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ വേണം. കാർബണിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ്, എന്തൊക്കെയോ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ് കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കാർബണിന്റെ വാലൻസി എത്രയാ? വാലൻസി ഓഫ് കാർബൺ കൈ കൊണ്ട് കാണിക്കാം. 4 ആണ്. എല്ലാവരും സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞില്ലേ ടോപ്പിക് അല്ലേ? എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും. കാർബണിന്റെ വാലൻസി 4 ആണ്. കാർബൺ ഇനി വാലൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? അതുകൂടി നോക്കണല്ലോ. എന്താണ് വാലൻസി? ആർക്ക് പറയാൻ പറ്റും ധൈര്യത്തോടു കൂടി? വാലൻസി അയാൻ. സാർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യൽ മാത്രമല്ല, അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. അക്സെപ്റ്റ് ഡൊണേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയാൻ പറ്റും. പറഞ്ഞ കറക്റ്റ് ആണ്. വേറെ ആരെങ്കിലും പറയോ? എലിസബത്ത്. Number of electrons gained, number of electrons accepted, donated, or shared during chemical reaction. During a chemical reaction, number of electrons donated, accepted, or shared during a chemical reaction is called valency. ജസ്റ്റ് നമ്പർ മാത്രമാണ്. നമ്മൾ പല സ്ഥലത്തും പല കേസിൽ പറഞ്ഞിട്ടുണ്ട്. പല ഒന്നാം ചാപ്റ്റർ മുതൽ നമ്മൾ പല സ്ഥലങ്ങളിലും വാലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. സ്റ്റേബിൾ ആവാനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി സ്റ്റേബിൾ ആവണത് എപ്പോഴും ആണ്? എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ ഞാൻ പിന്നെ റിപ്പീറ്റേഷൻ ചോദിക്കുന്നതാണ്. ഒരു എലമെന്റ് സ്റ്റേബിൾ ആവണത് എപ്പോഴും കുറെ പേർക്ക് അറിയാം. അമാൻ, outermost shell 8 electrons. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ഒക്ടറ്റ് റൂൾ പറയാം. അത് കൂടാണ്ട് നമുക്കൊരു കേസ് കൊണ്ട് പറയാം. ഒരു എലമെന്റ് സ്റ്റേബിൾ ആവണത്. ഗൗരി, നോബിൾ ഗ്യാസിന്റെ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എലമെന്റ് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റ് സ്റ്റേബിൾ ആകും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് പഠിച്ചത്, ഓർമ്മയുണ്ടോ? അത് വെച്ചിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ ഒക്കെ പഠിച്ചത്. തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസ് ഏതാ നോക്കും, ഇല്ലാട്ട് എത്ര ഇലക്ട്രോൺ വേണമെന്ന് നോക്കും, അക്സെപ്റ്റ് ചെയ്യണോ ഡൊണേറ്റ് ചെയ്യണോ നോക്കും, പിന്നെ പഠിച്ചത്. അപ്പൊ ഇത്രേ ഉള്ളൂ. വാലൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, എത്ര ഇലക്ട്രോൺ വേണം ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആവാൻ വേണ്ടി എത്ര ഇലക്ട്രോൺ വേണം. അപ്പൊ കാർബണിന്റെ വാലൻസി 4 ആണ്. കാർബണിന് 4 ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്. 4 വാലൻസി 4 വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. ഡൊണേഷനും നടക്കില്ല, അക്സെപ്ഷനും നടക്കില്ല. പകരം എന്തായിരിക്കും നടക്കുന്നത് അവിടെ? ഷെയറിംഗ് ആയിരിക്കും. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് കാർബണിന്റെ കേസ് നടക്കാൻ പോകുന്നത്. ഇനി രണ്ട് എലമെന്റ്സ് തമ്മിൽ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്? കുറെ പേര് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇബ്രാഹിം ബാദുഷയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോടാ നീക്ക? ഇതല്ലേ, ശ്രദ്ധിച്ചാ മതി. ഓക്കെ, അപ്പൊ കോവലന്റ് ബോണ്ടാണ് രണ്ട് എലമെന്റ്സ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. കോവലന്റ് ബോണ്ടും അയോണിക് ബോണ്ടും, രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട്സ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോ എല്ലാവരും ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ, നോക്കി ഫസ്റ്റ് ഫിഗർ.
സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. എന്തുണ്ട്, അവിടെ ഒരു കാർബണെ കാണിച്ചിട്ടുണ്ട്, സെൻട്രലിൽ ഒരു കാർബണിനെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ കുറെ ഷേപ്പുകൾ ഉണ്ടോ, തൊട്ട് താഴെ തന്നെ കുറെ ഷേപ്പുകൾ കൊടുത്തേക്കണുണ്ടോ? ആ ഷേപ്പുകളാണ് കേട്ടോ ഓർഗാനിക് കോമ്പൗണ്ട്. ആ എഴുതിയേക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അവിടെ നിങ്ങൾ വരച്ചേക്കണ ഫിഗർ കണ്ടോ, ആ ഫിഗർ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതിക്കേ, ഓർഗാനിക് കോമ്പൗണ്ട് എന്നൊരു ഹെഡിങ് കൊടുത്ത്, ഓർഗാനിക് കോമ്പൗണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് എഴുതി വെച്ചു. ഡെഫിനേഷൻ ഒന്നും വേണ്ട കേട്ടോ, ഞാനൊന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ്, കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്നിട്ട് അതിന് താഴെ എഴുതണം CO2 CO ഒന്നും ഓർഗാനിക് കോമ്പൗണ്ട് അല്ല, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒന്നും ഓർഗാനിക് കോമ്പൗണ്ട് അല്ല, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് അല്ലാന്ന് എഴുതിയാൽ ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ എഴുതി നിങ്ങൾക്ക് ഷുഗറിന്റെ എക്സാമ്പിൾ എഴുതാം, യൂറിയ എക്സാമ്പിൾ എഴുതാം, ഗ്ലൂക്കോസ് എഴുതാം, പെട്രോൾ ഡീസൽ ഒക്കെ എഴുതാം. കരി എക്സാമ്പിൾ ആണ്. കരി എന്ന് പറഞ്ഞ കാർബൺ ആണ്, കോമ്പൗണ്ട് അല്ല. സിമ്പിൾ എലമെന്റൽ കാർബൺ ആണ് കരി എന്ന് പറയുന്നത്, കോമ്പൗണ്ട് അല്ല. ഈ കുറച്ച് നാളുകൾ എന്ന് വെച്ചാൽ കുറെ നാളുകൾ മുമ്പ് വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് നാച്ചുറലി ഒക്കറിങ് എന്നാണ്. നേച്ചറിൽ മാത്രമാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അത് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഡിസ്കവറി കണ്ടുപിടിച്ചു, യൂറിയ എന്ന് പറഞ്ഞ എലമെന്റിന്റെ മാനുഫാക്ചറിങ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാന്നുള്ള ഐഡിയ കിട്ടി. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്യൂറിംഗും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. പക്ഷെ ഐഡിയ മാത്രം മതി കേട്ടോ, അതൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൊന്നുമില്ല. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് ഒന്നും ചോദിക്കില്ല കേട്ടോ, എക്സാമിന്റെ ടോപ്പിക്കിലോട്ട് കടന്നിട്ടില്ല. അബീൻ സാർ, ഈ കാർബണിന്റെ അല്ലാത്ത ഓർഗാനിക് അല്ല, കാർബണിന്റെ ഇതില് പെടാത്ത പറയാമോ? കേട്ടില്ല. കാർബണിന്റെ ഇതില് വരാത്ത ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇല്ലേ, അല്ല ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലാത്ത കോമ്പൗണ്ട്സ് ഇല്ലേ കാർബണിന്റെ ഇതിലുള്ള? ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലാത്ത കോമ്പൗണ്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബണൈറ്റ്സ്, CO3 ഇതൊക്കെ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലാത്തവരാണ്. നിങ്ങൾക്ക് അതിന്റെ താഴെ ഒന്ന് മലയാളത്തിൽ എഴുതി വെക്കാം കേട്ടോ. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബണും ഉണ്ടാകും, ഹൈഡ്രജനും ഉണ്ടാകും, അതർ എലമെന്റ്സും ഉണ്ടാകും. ചാൻസ് ഉണ്ട് നാട്ടിൽ, ഉണ്ടാവുന്നല്ല, ചാൻസ് ഉണ്ട്. കാർബൺ, ഹൈഡ്രജൻ, സർ കാർബൺ ഇല്ലാത്ത ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും? ഇല്ല, കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കാർബൺ എന്തായാലും അതിലുണ്ടാവും. ഇതിന് ഉണ്ടാവുന്ന ആൾക്കാരാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, കാർബൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. വൈ കാർബൺ ഫോം ഓർഗാനിക് കോമ്പൗണ്ട്സ്? ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈ കാർബൺ ഫോം ഓർഗാനിക് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ വൈ കാർബൺ ഫോംസ് മെനി കോമ്പൗണ്ട്സ്? കാർബണിൽ ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് ഉണ്ട്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ച് മനസ്സിലാക്കിക്കോളൂ, ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് കാർബണിനുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും കോമ്പൗണ്ട്സ് കാർബൺ, വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. വൈ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺസ് ആണ്. അതിൽ ഒന്നാമത്തെ റീസൺ വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ. എഴുതുന്ന കേട്ടോ, ടെക്സ്റ്റ്ബുക്കിലുണ്ട്, വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ. രണ്ടാമത്തെ പോയിന്റ്, കാർബൺ ഹാസ് ദി എബിലിറ്റി ടു ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട്. ഈ 2 റീസൺസ് കൊണ്ടാണ് കാർബൺ മെനി കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്, കുറെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന റീസൺ ഈ 2 റീസൺസ് ആണ്. ഒന്ന് വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ, 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി. ഇനി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കിക്കോ. ഫസ്റ്റ് വൺ, അവിടെ നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ടൈം വന്നു, കാറ്റനേഷൻ. കാറ്റനേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
ഇല്ല, ഉണ്ട്. കേട്ട ആൾക്കാർ സ്കൂൾ അല്ലാണ്ട് എവിടെയെങ്കിലും കേട്ട ആൾക്കാരുണ്ടോ? എനിക്കൊന്ന് പറയാൻ പറ്റുമോ? സ്കൂളിൽ അല്ലാണ്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ചാൻസ് കുറവാണ് കേട്ടോ. ഞാൻ തന്നെ പറയാൻ നോക്കിക്കോ. കാറ്റനേഷൻ എന്ന് പറയുന്നത് രണ്ട് സെയിം എലമെന്റ്സ് കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതുകൊണ്ട് പറയാം, രണ്ട് സെയിം എലമെന്റ്സ് കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ O2. ഓക്സിജന്റെ കാറ്റനേഷൻ എന്ന് പറയുന്നത്, ഓക്സിജൻ നോക്കി, 2 ഓക്സിജൻ ഉണ്ട് അവിടെ. ഈ 2 ഓക്സിജൻ ഡബിൾ ബോണ്ട് വഴിയാണ് ഫോം ചെയ്യുന്നത്. O2യുടെ നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ അറിയാൻ പാടില്ല, സ്ട്രക്ചർ അറിയാൻ പാടില്ലേ? 2 ഓക്സിജൻ ഡബിൾ ബോണ്ട് വഴിയാണ് ഫോം ചെയ്യുന്നത്. ഇനി H2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് വഴി ഫോം ചെയ്യും. നൈട്രജൻ 2 നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് വഴി ഫോം ചെയ്യും. ക്ലോറിൻ 2 ക്ലോറിൻ സിംഗിൾ ബോണ്ട് വഴി ഫോം ചെയ്യുന്നു. ഇതൊക്കെ കാറ്റനേഷൻ ആണ്. ഈ എഴുതിയിരിക്കുന്ന എല്ലാം കാറ്റനേഷൻ ആണ്. 2 സെയിം എലമെന്റ്സ് കമ്പൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ കാറ്റനേഷൻ എന്ന് പറയുന്നത്. ഈ കാറ്റനേഷൻ എന്ന് പറഞ്ഞ ഒരു കഴിവാണ് കേട്ടോ, ഒരു എലമെന്റിനുള്ള കഴിവ്. സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ് കാറ്റനേഷൻ. കാറ്റനേഷൻ എന്താണെന്ന് ചോദിക്കുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ ഓക്സിജന്റെ കേസ് ഒന്ന് എടുത്തേ. ഓക്സിജനിൽ O2 ഉണ്ട്. ഓക്സിജന്റെ തന്നെ വേറൊരു കോമ്പൗണ്ട് ആണ് O3. O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ഓസോൺ. ഓസോണിൽ 3 ഓക്സിജൻ ഉണ്ട്. 3 ഓക്സിജൻസ് ഡബിൾ ബോണ്ട് വഴിയെ ഫോം ചെയ്യും. ഡബിൾ ബോണ്ടും കോർഡിനേറ്റ് ബോണ്ട് എന്നൊക്കെ പറയാം, വേറെ ടൈപ്പ് ഓഫ് ബോണ്ടാണ്. ഡബിൾ ബോണ്ട് അല്ല ഫോം ചെയ്യുന്നത്, വേറെ ടൈപ്പ് ഓഫ് ബോണ്ടാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്സിജന് 2 ഓക്സിജന്റെ കോമ്പൗണ്ട് ഉണ്ട്, 3 ഓക്സിജന്റെ കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ കാറ്റനേഷൻ എന്ന് പറഞ്ഞത് ഒരു എബിലിറ്റി ആണ് കേട്ടോ, അത് മനസ്സിലാക്കണം. എബിലിറ്റിയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്, ഒരു കഴിവാണ്. ഓക്സിജന്റെ കാറ്റനേഷൻ കൂടുതലാണ്. ഓക്കെ, ഓക്സിജന് 2 ഓക്സിജനുള്ള കോമ്പൗണ്ട് ഉണ്ട്, 3 ഓക്സിജനുള്ള കോമ്പൗണ്ട് ഉണ്ട്. ഹൈഡ്രജന്റെ കാറ്റനേഷൻ കുറവാണ്, ഹൈഡ്രജന്റെ കഴിവ് കുറവാണ്. 2 ഹൈഡ്രജൻ വരെ ഫോം ചെയ്യുള്ളൂ, 3 ഹൈഡ്രജൻ ഇല്ല. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല ഹൈഡ്രജൻ. നൈട്രജനും അതുപോലെ തന്നെ, നൈട്രജന് 3 നൈട്രജനുള്ള കോമ്പൗണ്ട് ഇല്ല, 2 നൈട്രജനുള്ള കോമ്പൗണ്ട് ഉണ്ട്. വേറൊരു കേസ് പറയട്ടെ, S6 സൾഫർ 6. സൾഫറിന് 6 സൾഫറായിട്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, 6 സൾഫറായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. സൾഫറിന്റെ കാറ്റനേഷൻ കൂടുതലാണ്, സൾഫറിന്റെ കഴിവ് കൂടുതലാണ്, എബിലിറ്റി കൂടുതലാണ്. സെയിം സൾഫറായിട്ട് തന്നെ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഇത്ര ഉള്ളൂ കാറ്റനേഷൻ എന്ന് പറയുന്നത്, എബിലിറ്റി കഴിവാണ്. സെയിം ആൾക്കാരായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് എഴുതിക്ക് നോട്ട്ബുക്കിലോട്ട്, കാറ്റനേഷൻ ഹെഡിങ് കൊടുത്തേ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് എഴുതി വെച്ചേ. സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ്, സെയിം എലമെന്റ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവാണ്, സെയിം എലമെന്റ്. അപ്പൊ അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് ഓക്സിജന്റെ എക്സാമ്പിൾ എഴുതാം. ഓക്സിജന്റെ കാറ്റനേഷൻ കഴിവ് കൂടുതലാണ്, ഓക്സിജന്. 2 ഓക്സിജനുള്ള കോമ്പൗണ്ട് ഉണ്ട്, 3 ഓക്സിജനുള്ള കോമ്പൗണ്ട് ഉണ്ട്. ഹൈഡ്രജനും നൈട്രജനും ക്ലോറിനൊക്കെ കാറ്റനേഷൻ എബിലിറ്റി കുറവാണ്. സൾഫറിന് കാറ്റനേഷൻ എബിലിറ്റി കൂടുതലാണ്, സൾഫറിന് 6 സൾഫർ വരെ ഫോം ചെയ്യാൻ പറ്റും. ഫോസ്ഫറസും അതുപോലെ തന്നെ P6 ഉണ്ട്. ഇനി നമ്മുടെ ക്യാരക്ടർ ഇവിടെ വരാൻ പോകട്ടെ, നമ്മുടെ മെയിൻ ക്യാരക്ടർ ഇവിടെ വരാൻ പോകുന്നത് കാർബണിന്റെ കാറ്റനേഷൻ. കാർബൺ എന്ന് പറഞ്ഞ എലമെന്റിന്റെ കാറ്റനേഷൻ വെരി ഹൈ ആണ്. വെരി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലൊന്നും അല്ല. നോക്കി, ഇവിടെ S6 പറഞ്ഞത് 6 സൾഫർ വരെ ഫോം ചെയ്യാൻ കഴിയുന്നു. പക്ഷെ കാർബൺ ഡൈസിൽ എങ്ങനെയാ അറിയാം? കാർബണിന് 100 കാർബണായിട്ട് ഫോം ചെയ്യും. 100 കാർബൺ C100 100 കാർബൺ വേണമെങ്കിൽ ഫോം ചെയ്യും. വേണമെങ്കിൽ 1000 കാർബൺ ഫോം ചെയ്യും. വേണമെങ്കിൽ 10,000 കാർബൺ ഫോം ചെയ്യും. 10,000 കാർബണായിട്ട് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. 1 കാർബണായിട്ടുള്ള ഫോം ചെയ്യും, 2 കാർബണായിട്ട് ഫോം ചെയ്യും, 3 കാർബണായിട്ട് ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കാർബണിന്റെ കാറ്റനേഷൻ വെരി ഹൈ ആണ്. അപ്പൊ കാർബണിന് ഇഷ്ടംപോലെ കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. എത്ര കാർബണായിട്ട് വേണമെങ്കിലും ബോണ്ട് ഫോം ചെയ്യുന്നത്. കാറ്റനേഷൻ ഇത്രേ ഉള്ളൂ കേട്ടോ. കാറ്റനേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു ഫോം ബോണ്ട്സ്
ഓഫ് ദി സെയിം കോമ്പൗണ്ട്, സെയിം എലമെന്റിന്റെ മിനി ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ്. എഴുതി വെച്ചോ? എക്സാമിന് ചോദിക്കൊന്നുമില്ല കേട്ടോ കാറ്റനേഷൻ എന്താണെന്ന്. നിങ്ങൾ ആ 2 പോയിന്റ് മാത്രമേ എഴുതി വെച്ചാൽ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, കാർബണിന്റെ കാറ്റനേഷൻ വെരി ഹൈ ആണ്. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ. ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ കണ്ടു C12 കണ്ടില്ലേ? C12 H22O11. അവിടെ 12 കാർബൺ ആണ്. 12 കാർബൺ അവിടെ ഉണ്ട്. ഇനി വേറെ കോമ്പൗണ്ട്സ് ഉണ്ട് കേട്ടോ. ഇതിനും കൂടുതൽ കാർബൺസ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. നിങ്ങൾ വഴിയെ കാണും ഇത്. ഇപ്പൊ കാർബണിന്റെ കാറ്റനേഷൻ കൂടുതലാണ്. വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ. ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, കാർബൺ ഹാസ് ദി എബിലിറ്റി ടു ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് കാർബണിന്. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബോണ്ടാണെന്ന് അറിയോ? ഒന്ന് സിംഗിൾ ബോണ്ട്, നീ കണ്ടിട്ടുണ്ട്. 2 ഡബിൾ ബോണ്ട്, then ട്രിപ്പിൾ ബോണ്ട്. കാർബണിന് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാം, ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാം. കാർബണിന് തന്നെ. ഓക്കെ, പക്ഷേ നോക്കി ഓക്സിജന്റെ കേസ് എടുത്ത് നോക്കാം. ഓക്സിജന് ഡബിൾ ബോണ്ട് വരെ പറ്റുള്ളൂ. ഓക്സിജന് ഡബിൾ ബോണ്ട് വരെയാണ് പറ്റുള്ളൂ, ട്രിപ്പിൾ ബോണ്ട് പറ്റില്ല. ഹൈഡ്രജന് സിംഗിൾ ബോണ്ട് വരെ പറ്റുള്ളൂ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും പറ്റൂല. അങ്ങനെ മനസ്സിലാവുണ്ടോ? കാർബണിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാർബണിന് എല്ലാ ബോണ്ട് ഫോം ചെയ്യാം, സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാം, ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാം. അത് ഒരു റീസൺ. ഇനി മറ്റേ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ ആണ്. കാർബൺ ബോണ്ട്സ് എന്തോരം വേണമെങ്കിലും ഫോം ചെയ്യും കാർബൺ. 2 റീസൺസ്. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ഇതാണ്, വൈ കാർബൺ ഫോംസ് ഓർഗാനിക് കോമ്പൗണ്ട്. വൈ ഇതൊന്നും വേണ്ട, വൈ കാർബൺ ഫോം ഓർഗാനിക് കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ വൈ കാർബൺ ഫോംസ് മെനി കോമ്പൗണ്ട്സ്. അതിന്റെ റീസൺസ് ഇത് 2 റീസൺസ് ആണ്. ഒന്ന് വെരി ഹൈ എബിലിറ്റി ഫോർ കാറ്റനേഷൻ, 2 കാർബൺ ഹാസ് ദി എബിലിറ്റി ടു ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു ഇപ്പൊ തന്നെ. ടോപ്പിക്കിലൂടെ കടന്നിട്ടില്ല കേട്ടോ. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണെങ്കിൽ ഒന്ന് എന്തെങ്കിലും റെസ്പോൺസ്. ഓക്കെ, യെസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. അബിൻ സാർ, ഈ ബോണ്ട് എന്താന്ന് പറഞ്ഞുതരാമോ? അറിയാലോ. നമ്മൾ 2 ടൈപ്പ് ഓഫ് ബോണ്ട് പഠിക്കുന്നുണ്ട്. ഒന്ന് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്. അതിൽ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് NaCl എടുക്കാം. ഫോർ എക്സാമ്പിൾ NaCl. NaCl സോഡിയം 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അതൊക്കെ അറിയാമോ? അതൊക്കെ അറിയാൻ പാടില്ല. Na+ ചാർജ് വരും. Na+ വരുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. മൈനസ് ചാർജ് വരുമ്പോൾ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇങ്ങനെ ഡൊണേഷൻ അക്സെപ്ഷൻ വഴി ഫോം ചെയ്യുന്ന ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലൊരു കരാറാണ്. അങ്ങനെ വേണമെങ്കിൽ വിചാരിച്ചു. ഇതിൽ പല ടൈപ്പ് ഓഫ് ബോണ്ടുകൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇതിലിട്ട് കിടക്കുവാണെങ്കിൽ ബോണ്ടുകൾ വെക്കും. നമ്മളൊരു ജോലിയിലിട്ട് കയറുവാണ്. ആ ജോലിയിൽ 1 കൊല്ലത്തെ ബോണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 1 കൊല്ലം വർക്ക് ചെയ്യണം എന്നുള്ള എഗ്രിമെന്റ് ആണ്. ഇതും ഇവിടെ എഗ്രിമെന്റ് തന്നെയാണ് കേട്ടോ. 2 പേര് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ഓക്കെ, ഇവിടെ സോഡിയം ക്ലോറിൻ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. സോഡിയം 1 ഇലക്ട്രോണിന് കൊടുത്തു, ക്ലോറിൻ 1 ഇലക്ട്രോണിന് വാങ്ങി. ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തി. എന്നിട്ട് എഗ്രിമെന്റിൽ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും, NaCl. ഇങ്ങനെ എഴുതാറില്ല, NaCl അടുപ്പിച്ചത് അയോണിക് ബോണ്ട് ആയതുകൊണ്ട്. ഇനി കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് അതും ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിൽ എക്സാമ്പിൾ O2 ആണ്. ഓക്സിജനില് O2 ഓക്സിജന്റെ വാലൻസി എത്രയാ? ഓക്സിജന്റെ വാലൻസി സാർ 8 ആണോ? അല്ല, ഓക്സിജന്റെ വാലൻസി 2 ആണ് കേട്ടോ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ആണ് 8. അറ്റോമിക് നമ്പർ 8 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ ഇതുമ്പോൾ 2,6 എന്ന് വരും. അപ്പൊ 2 ആണ് വാലൻസി കിട്ടുന്നത്. വാലൻസി 2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ വേണം.
ടു അറ്റൈൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഓക്സിജൻ എന്താ ചെയ്യണമെന്ന് അറിയാം. ഈ ഓക്സിജന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ കൊടുത്തിരിക്കുന്നു. ഈ ഓക്സിജന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോൺ ഫസ്റ്റ് ഓക്സിജന്റെ 2 ഇലക്ട്രോൺ സെക്കൻഡ് ഓക്സിജനായിട്ട് ഷെയർ ചെയ്യും. ഇയാൾക്ക് കൊടുക്കും, വിട്ടുകൊടുക്കുമല്ല കേട്ടോ. ഇവിടെ കണ്ടതുപോലെ നമ്മളിവിടെ കണ്ടതുപോലെ ഒരു ഇലക്ട്രോണിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഷെയർ ചെയ്യുവാണ്. കൈ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, കുട്ടികളില്ല. ഈ ഓക്സിജന്റെ ഈ 2 ഇലക്ട്രോണിനെ ഈ ഓക്സിജൻ പിടിക്കും, ഈ ഓക്സിജന്റെ ഈ 2 ഇലക്ട്രോണിനെ ഈ ഓക്സിജനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇലക്ട്രോണും തമ്മിൽ ഒരു ബോണ്ടാകും. ഈ ഒരു ഇലക്ട്രോണും തമ്മിൽ ഒരു ബോണ്ടാകും. ബോണ്ട് എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ആണ്, അത്രയും വിചാരിച്ചാൽ. ഇങ്ങനെയാണ് ഓക്സിജന് ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നത്, 2 ബോണ്ട് ഉണ്ടാവും. 2 ഇലക്ട്രോൺ, മൊത്തം അവിടെ 4 ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു സിംഗിൾ ബോണ്ടില് 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ തമ്മിലായിരിക്കും കരാർ. അതിൽ ഒരു ഇലക്ട്രോൺ ഒരാളുടെ ആയിരിക്കും, മറ്റേ ഇലക്ട്രോൺ മറ്റേ ആളുടെ ആയിരിക്കും. ഈ ഒരു ബോണ്ടിൽ നോക്കി, ഫസ്റ്റ് ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, സെക്കൻഡ് ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അവിടെ തന്നെ ഫസ്റ്റ് ഓക്സിജന്റെ മറ്റേ ഇലക്ട്രോണും ഉണ്ട്, സെക്കൻഡ് ഓക്സിജന്റെ വേറെ ഇലക്ട്രോൺ ഉണ്ട്. ബോണ്ട് ഫോം ചെയ്തേക്കാണ്. ഇനി ഹൈഡ്രജൻ ഇതുപോലെ തന്നെ, ഹൈഡ്രജൻ H, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു, സിംഗിൾ ബോണ്ട്. ഈ നൈട്രജൻ ഉണ്ട്, നൈട്രജന്റെ വാലൻസി എത്രയാ? നൈട്രജന്റെ വാലൻസി ഇപ്പൊ സംശയത്തിലേക്ക് വരാട്ടോ. നൈട്രജന്റെ വാലൻസി എത്രയാ? വാലൻസി ആർക്കും അറിയില്ലേ? N7. ഇവിടെ ഇല്ല. 25. വാലൻസി ആർക്കും അറിയില്ല. 3 ആണ് കേട്ടോ. വാലൻസി 3 ആണ്. നൈട്രജന്റെ വാലൻസി 3 ആണ്. ഈ വാലൻസിയുടെ നമ്പർ ആയിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത്. ഈ 3 ഇലക്ട്രോൺസിന്റെ ഇവിടെ എഴുതും. 3 ഇലക്ട്രോൺ ഉണ്ട്. ഒരു നൈട്രജന് 3 ഇലക്ട്രോൺ ഉണ്ട്, മറ്റേ നൈട്രജന് 3 ഇലക്ട്രോൺ. ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെയാണ് നൈട്രജന്റെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവുന്നത്. ഇർഫാന് വേറെ സംശയം ഉണ്ടോ? സാർ കോവാലൻ ബോണ്ടിലെ എലമെന്റ്സ് മാത്രമേ ഉള്ളോ, കോമ്പൗണ്ട്സ് ഇല്ല? ഇത് കോമ്പൗണ്ട് ആണ്. O2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണ്. ഞാൻ ചോദിച്ചത് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. CO2 അതാണ് ഉദ്ദേശിച്ചത്. ഉണ്ട്. ഇത് എക്സാമ്പിൾ ആണ്. CO2. CO കൊടുക്കാം. CO കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡില് ഓക്സിജന്റെ 2 ഇലക്ട്രോണും ഇവിടുത്തെ 2 ഇലക്ട്രോണും ബോണ്ട് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട്. പറഞ്ഞോ. വാലൻസി അനുസരിച്ചാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. വാലൻസി അനുസരിച്ചാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ചിലപ്പോ ഈ ട്രിപ്പിൾ ബോണ്ടിനേക്കാളും മുകളിലേക്ക് ബോണ്ട് ഫോം ചെയ്യും. ഇല്ല, ട്രിപ്പിൾ ബോണ്ട് വരെ ഉള്ളൂ. 4 ബോണ്ട് ഇല്ല. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, 3 ടൈപ്പ് ബോണ്ട് ഉള്ളൂ. അപ്പൊ കാർബണിന് 3 ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. സിംഗിൾ ബോണ്ടും ഉണ്ട്, ഡബിൾ ബോണ്ടും, ട്രിപ്പിൾ ബോണ്ട്, എല്ലാ ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യും. NH3 വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിക്കോ. NH3 നൈട്രജന്റെ വാലൻസി 3 ആണ്. നൈട്രജനിൽ 3 ഇലക്ട്രോൺ ഉണ്ടാവും, 3 ഹൈഡ്രജൻ ഉണ്ട് അവിടെ. ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്. അപ്പോ ഒരു ഡോട്ട് ഉണ്ടാവും. ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇങ്ങനെ NH3 ഉണ്ടാവും. വേറെ സംശയമാണോ അബിൻ? സാർ, ഈ 3 വാലൻസിൽ കൂടുതലുള്ള ബോണ്ടിന് കോമ്പൗണ്ട്സിന് ബോണ്ട് ഉണ്ടാവും? വാലൻസി 3 മുകളിൽ കാർബൺ വാലൻസി 4 ആണ്. നമുക്ക് നോക്കാം കേട്ടോ, ചാപ്റ്ററിലേക്ക് കിടക്കുന്നു. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. എഗ്രിമെന്റ് ഇത്രേ ഉള്ളൂ. അതിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും ഒരു ബോണ്ടിൽ. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും പറയേണ്ടില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പഴയതോ പുതിയതോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ടോപ്പിക്കിലോട്ട് കടന്നോട്ടെ. ടോപ്പിക്കിലോട്ട് കടന്നോട്ടെ. ഓക്കെ. അപ്പൊ ഈ 2 റീസൺസ് മനസ്സിൽ ഇരുന്നോട്ടെ കേട്ടോ.
ഒന്ന് വെരി ഹൈ എബിലിറ്റി ഫോർ കാൽക്കുലേഷനും ഒന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഫോം ചെയ്യും കാർബൺ. ദാറ്റ്സ് വൈ കാർബൺ ഫോം ഡിഫറെന്റ് കോമ്പൗണ്ട്സ്, മെനി കോമ്പൗണ്ട്സ്. കാർബൺ കുറെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള റീസൺ ഈ രണ്ട് റീസൺസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു കാർബണും ഉണ്ടാകും ഹൈഡ്രജനും ഉണ്ടാകും. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാർബണും ഹൈഡ്രജനും മിക്ക കോമ്പൗണ്ട്സിലും ഉണ്ടാകും. ഇതുകൊണ്ട് മാത്രം കാർബണും ഹൈഡ്രജനും ഉള്ളത് കൊണ്ട് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വേറൊരു പേര് വിളിക്കും. ആ പേരാണ്, കാർബൺ ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്, ആ പേരാണ് നിങ്ങളിപ്പോ പറയണ്ടാവും ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഹൈഡ്രോ കാർബൺസ് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാർബണും ഹൈഡ്രജനും ഉള്ളത് ആണ്. കാർബണിന്റെ കാർബൺ വന്നിട്ടുണ്ട്, ഹൈഡ്രജന്റെ ഹൈഡ്രോ വന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രോ കാർബൺസ് വിളിക്കാനുള്ള റീസൺ, ഹൈഡ്രോ കാർബൺസിന്റെ പേര് വിളിക്കാനുള്ള റീസൺ ഇതാണ്, ഹൈഡ്രജനും കാർബണും ഉണ്ടാവും ആ കോമ്പൗണ്ടിൽ, അതുകൊണ്ടാണ് ഹൈഡ്രോ കാർബൺസ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഹൈഡ്രോ കാർബൺസ് ആണ് കേട്ടോ. മെയിൻലി കൂടുതലും ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് പഠിക്കാനുള്ളത് എന്നുവെച്ചാൽ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സ്. ഇതിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടാകും, ചിലപ്പോ ഓക്സിജൻ ഉണ്ടാവും, ചിലപ്പോൾ നൈട്രജൻ ഉണ്ടാവും, ചിലപ്പോൾ ക്ലോറിൻ ഉണ്ടാവും, ചിലപ്പോൾ ഫ്ലൂറിൻ ഉണ്ടാവും, ചിലപ്പോൾ OH വരും അവിടെ. ഇഷ്ടംപോലെ ആൾക്കാർ വരാട്ടോ, നമ്മളത് ഇനി പഠിക്കും, മുന്നോട്ട് പഠിക്കാൻ പോണ അതൊക്കെയാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സ് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഈ ഹൈഡ്രോ കാർബൺസ് രണ്ട് ഡിവിഷൻ ഉണ്ട്. ഹൈഡ്രോ കാർബൺസ് രണ്ട് ഡിവിഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, then unsaturated hydrocarbons. രണ്ട് ടൈപ്പിൽ ഡിവിഷൻ ഉണ്ട്, ഒന്ന് സാച്ചുറേറ്റഡ് പിന്നെ അൺസാച്ചുറേറ്റഡ്. ഓക്കെ, അതിൽ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞത് സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസ്, ഒരു ബോണ്ടുള്ള ഹൈഡ്രോകാർബൺ. ഫോർ എക്സാമ്പിൾ CC, ഒരു ബോണ്ട് ഉണ്ടാവുള്ളൂ, കാർബൺ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ, ഇത് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അൺസാച്ചുറേറ്റഡിൽ ആരൊക്കെ വരും? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. അൺസാച്ചുറേറ്റഡില് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരുണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരുണ്ട്, രണ്ടുപേരും ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ്. ഡബിൾ ബോണ്ട് ഉള്ളതിന്റെ എക്സാമ്പിൾ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിന്റെ എക്സാമ്പിൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും കാർബൺ തമ്മിൽ. ഹൈഡ്രോകാർബൺസ് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബൺ ഉള്ള കോമ്പൗണ്ട്സ് ആണ്. രണ്ട് ഡിവിഷൻ, സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡിൽ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ് ആണ്, അൺസാച്ചുറേറ്റഡിൽ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുറെ പേര് കൊടുക്കണം. ആ പേര് നമ്മൾ പഠിക്കാൻ പോകും. നിങ്ങൾ അറിയായിരിക്കും, ഇത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ് പേരെന്താണ് അറിയോ? സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസിന്റെ പേര് ആൽക്കെയിൻസ്. ANE. ഇനി ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസിന്റെ പേരോ? ആൽക്കീൻസ്. ENE. ട്രിപ്പിൾ ബോണ്ടോ? ആൽക്കൈൻസ്. YN. നോ, വ്യത്യാസമുള്ളൂ, ഒന്ന് A, ഒന്ന് E, ഒന്ന് Y. ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, നോട്ട്ബുക്കിലോട്ട് വരച്ചു വെച്ചോക്ക്, ഈ ഒരു ചാർട്ട് വരച്ചു വെച്ചോ വൃത്തിയായിട്ട്. ഹൈഡ്രോകാർബൺസ്. അപ്പൊ ഹൈഡ്രോകാർബണിന് മുമ്പ് ഒരു കാര്യം കൂടി എഴുതിക്കോട്ടോ, ഓർഗാനിക് കോമ്പൗണ്ട് എഴുതി. ഓർഗാനിക് കോമ്പൗണ്ട് പിന്നെ ഹൈഡ്രോകാർബൺ, ഇനി താഴത്തോട്ട് എഴുതിയിരിക്കുന്നു. ഓർഗാനിക് കോമ്പൗണ്ട് മുകളിൽ എഴുതണം കേട്ടോ. സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി ഒന്ന് ക്ലാസ്സിൽ. സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാം നമുക്ക്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററും ഇല്ല, പാടായി കഴിഞ്ഞാൽ പാടാവാനും ചാൻസ് ഉള്ള ചാപ്റ്ററാണ്. ഇവിടുന്ന് മുതലേ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, വേറെ ചിന്തകളിലോട്ടൊന്നും പോണ്ട. അമീൻ ഷാജി, എന്ത് പറ്റി? സുഖായോ?
ഇല്ല സാർ ശരിയായില്ല. എത്ര ദിവസം റെസ്റ്റ് ഉണ്ട് ഇനി? സാർ ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ ഉണ്ട്. വെള്ളിയാഴ്ച അല്ലേ? പ്ലാസ്റ്റർ ഇട്ടേക്ക് വേണം. പ്ലാസ്റ്റർ സാർ മറ്റേ ബാൻഡേജ് ഇട്ടിട്ട് അതിന്റെ മേളില് മടങ്ങാതിരിക്കാതെ ബെൽറ്റ് ഇട്ടേക്കുക. സ്കൂളിൽ പോവോ? സാർ സ്കൂളിൽ പോകാൻ നേരത്ത് സ്കൂളിൽ പോകാറുണ്ട്. എല്ലാവർക്കും ഭരിക്കണം അല്ലേ? നീ എന്ത് പറ്റി? സാർ എന്ത് പറ്റി? കൈ ചെറുതായിട്ടൊന്ന് ഇടിച്ചതാ. ഫുട്ബോൾ കളിച്ചാണോ? അല്ല, മരത്തിലിടിച്ചതാ. ഞാൻ ഒരാഴ്ച വരാണ്ടപ്പോ നിങ്ങളിപ്പോ ചോദിച്ചില്ലേ എനിക്ക് എന്ത് പറ്റിയെന്ന്? അപ്പൊ പറഞ്ഞായിരുന്നു ആക്കിയിട്ടില്ല. അടുത്തോട്ട് കിടന്നാലോ? കിടക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവര് നമ്മൾ ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കാൻ പോകണം. ഒന്ന് ആൽക്കൈൻസ് എന്താണ്, ദെൻ ആൽക്കൈൻസ് എന്താണ്, ദെൻ ആൽക്കൈൻസ് എന്താണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആൽക്കൈൻസ്, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ്. സിംഗിൾ ആണ് കേട്ടോ, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ്. സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ് also known as alkanes. For example, CH4, C2H6, C3H8, C4H10, C5H12, C6H14, etc. ഇതൊക്കെ ആൽക്കെയിൻസിന് എക്സാമ്പിൾ ആണ്. ആൽക്കെയിൻസിന്റെ സിമ്പിൾ എക്സാമ്പിൾസ് ഞാൻ എഴുതി. ഇതിപ്പോ എഴുതണ്ടോ? എഴുതല്ലേ വെയിറ്റ് ചെയ്യുക, സമയം തരുമ്പോൾ എഴുതിയാൽ മതി. ഇന്ന് എടുത്ത് നോക്കാം. ഒന്ന് CH4. CH4 എങ്ങനെ ഇരിക്കണെന്ന് അറിയാം? ഒരു കാർബണിന്റെ വാലൻസ് എത്രയായിരുന്നു? 4 വാലൻസ് ഉണ്ടെങ്കിൽ എത്ര ബോണ്ട് ഉണ്ടാവും കാർബണിന്? എത്ര ബോണ്ട് ഉണ്ടാവും? 4 ബോണ്ട് ഉണ്ടാവും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ആ ബോണ്ടിന്റെ മറ്റേ അറ്റത്ത് ആരുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, നോക്കാം. 4 ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിന്റെ അതർ എൻഡില് 4 ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇതാണ് CH4. ഓക്കെ, ഈ C2H6 ഒന്ന് നോക്കാം. C2 എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ടാവും. 2 കാർബൺ ഞാൻ ആദ്യം എഴുതി. 2 കാർബൺ തമ്മിൽ ഏത് ബോണ്ടാണ് ഇവിടെ ഉള്ളത്? നമ്മൾ ആരെ കുറിച്ച് പഠിക്കുന്നത്? ആൽക്കെയിൻസിനെ കുറിച്ചല്ല. അപ്പൊ ഏത് ബോണ്ടായിരിക്കും 2 കാർബൺ തമ്മിലുള്ള ബോണ്ട്? സിംഗിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ സിംഗിൾ ബോണ്ട് ഉണ്ട് ഇവിടെ. നമുക്ക് ഓരോ കാർബൺ എടുത്തുകൂടെ നോക്കണം കേട്ടോ. ഒന്നാമത്തെ കാർബൺ, ഫസ്റ്റ് കാർബണിന് എത്ര ബോണ്ട് ഉണ്ടാവണം? മൊത്തം 4 ബോണ്ട് വേണം അല്ലേ? ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട് ഇപ്പൊ ഓൾറെഡി? ഒന്നാമത്തെ കാർബണിന് ഒരു ബോണ്ട് ഉണ്ട്. ഇനി 3 ബോണ്ട് കൂടി വേണം. 3 ബോണ്ട് ഞാൻ ഇവിടെ വരച്ചു. രണ്ടാമത്തെ കാർബണിന് ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? രണ്ടാമത്തെ കാർബണിന് ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ട് ഉണ്ട്. ഇനി എത്ര ബോണ്ട് കൂടി വേണം? എപ്പോഴും 4 ബോണ്ട് വേണം കേട്ടോ. ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ എളുപ്പമാണ്. മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 6 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 6 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ബോണ്ടിന്റെ ഗ്യാപ്പ് ഉണ്ട് ഇനിയിപ്പോ കൊടുക്കാൻ? ഇതിലുണ്ട് നോക്കി. 6 തന്നെയല്ലേ? സിമ്പിൾ. അപ്പൊ എല്ലാത്തിലും ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. ഉള്ളൂ, പഠിക്കാനാണെങ്കിൽ വെരി സിമ്പിൾ ആണ്. നിങ്ങൾ ഇതൊന്നും നോക്കിക്കേ. ഒന്ന് വരച്ചു നോക്കണ്ടോ? നോക്കണോ? വരച്ചു നോക്കിക്കോ. ഹെഡിങ് കൊടുത്തപ്പോ ആൽക്കെയിൻസിന് ഹെഡിങ് കൊടുത്തു. ആൽക്കെയിൻസ് അത് C6H14 എന്ന് വരച്ചു നോക്കി. അപ്പൊ ആദ്യം 6 കാർബണിന് വരച്ചു കേട്ടോ.
ആദ്യം 6 കാർബൺ ഉണ്ട്, ആൽക്കെയിൻസ് ആണ്. അപ്പൊ എല്ലാ കാർബണിന്റെ മിഡിൽ സിംഗിൾ ബോണ്ട് ആണ്. പെട്ടെന്ന് എഴുതാം, പെട്ടെന്ന് വരയ്ക്കാം. കഴിഞ്ഞോ? ഒരു പാടുമില്ല. 6 കാർബൺ വരയ്ക്കണം. എല്ലാ കാർബണിലും 4 ബോണ്ട് ഉണ്ടോ നോക്കിയാൽ മതി. എല്ലാ കാർബണിലും 4 ബോണ്ട് വേണം. ആ ബോണ്ടിന്റെ അതർ എൻഡിൽ ഹൈഡ്രജൻ വേണം. അബിൻ പറഞ്ഞോടാ. സാർ ഈ ബോണ്ട് സെയിം കോമ്പൗണ്ട്സ് ആയിട്ടാണ് നടക്കുള്ളൂ? ഇല്ല, ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആയിട്ട് എടുക്കും. അതിൽ നിങ്ങൾ കണ്ടോ ഹൈഡ്രജനും കാർബണും ഡിഫറെന്റ് എലമെന്റ്സ് ആണല്ലോ. അല്ല സാർ, ഈ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അത് ഡബിൾ ബോണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടിൽ എടുക്കും. CO ഓക്സിജനും കാർബണും ഡബിൾ ബോണ്ട് കണ്ടോ? അതന്നെ ചോദിച്ചോ. ഡിഫറെന്റ് എലമെന്റ്സ് ആയിട്ടും ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കെയിൻസ് നോക്കിക്കേ. ഞാനിപ്പോ ഓർഡറിൽ എഴുതിയേക്കുന്നത് 1 കാർബണുള്ള കേസ്, 2 കാർബണുള്ള കേസ്, 3 കാർബണുള്ള കേസ്, 4 കാർബണുള്ള കേസ്, 5, 6 ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ. എന്തോരം വേണമെങ്കിൽ നമുക്ക് എഴുതാം. എനിക്ക് 1000ാമത്തെ എഴുതാം. 1000 കാർബണുള്ള കോമ്പൗണ്ടിന്റെ എഴുതാം. C1000 H2002. ഇത് വരയ്ക്കാൻ വേണമെങ്കിൽ 1000 കാർബൺ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണമെന്നുള്ളൂ. ഇതൊരു കോമ്പൗണ്ട് ആണത്, ചുമ്മാ എഴുതി ഉണ്ടാക്കിയതല്ല, ഒരു കോമ്പൗണ്ട് ആണ്. അത് പോസിബിൾ ആണ്. ഇത് കോമ്പൗണ്ട് ഇത് പറഞ്ഞ എത്ര കോമ്പൗണ്ടിലും കാർബൺ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾ മാത്സിൽ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചിട്ടുണ്ടോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സീക്വൻസ് അല്ല, സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു സീക്വൻസ് പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സീക്വൻസ്. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 10. മാത്സ് പഠിക്കുവാണെങ്കിൽ കുറച്ച് ഈ സീരീസിന്റെ ഫസ്റ്റ് ടൈം ഏതാ? 2. ഇതിന്റെ nth ടൈം ഏതാ? nth ടൈം എങ്ങനെ കണ്ടുപിടിക്കും? അറിയോ? ഏതൊരു ഇക്വേഷൻ ഉണ്ടല്ലേ nth ടൈം കണ്ടുപിടിക്കാൻ പറ്റൂലോ? ഇല്ലേ? പറ്റൂലേ? പോസിബിൾ ആണ്. an പ്ലസ് b എന്നൊക്കെ യൂസ് ചെയ്ത ഇക്വേഷനൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് nth ടൈം കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? ഈ സീരീസിന്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഞാൻ ഈ എഴുതിയേക്കണ പോലത്തെ ഒരു സീരീസ് ആണ് നിങ്ങൾ ഈ മോഡലിൽ കാണുന്നത്. ഇതൊരു സീരീസ് ആണ്. ഈ സീരീസ് നോക്കി ഇതിൽ ഫസ്റ്റ് ടൈം ആണ് CH4, സെക്കൻഡ് ടൈം C2H6, തേർഡ് ടൈം C3H8. ഈ സീരീസിന്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കോ ഒന്ന്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കോ, ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഈ എഴുതിയിരിക്കുന്ന സീക്വൻസിന്റെ ഈ സീരീസിന്റെ മോളിൽ എഴുതിയിരിക്കുന്ന സീരീസിന്റെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. ഒരു കോമ്പൗണ്ടിന്റെ മറ്റേ കോമ്പൗണ്ടിലേക്ക് പോകുമ്പോൾ എന്ത് കൂടെണ്ടെന്ന് നോക്കിയാണ് പെട്ടെന്ന് കിട്ടും. മൈനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് കണ്ണുകൊണ്ട് നോക്കിക്കാനേ കിട്ടും. ഒരു കോമ്പൗണ്ടിന് തൊട്ടടുത്ത കോമ്പൗണ്ടിലേക്ക് പോകുമ്പോൾ എന്ത് കൂടെന്ന് നോക്കിയാണ്. കുറെ പേര് കിട്ടിയിട്ടുണ്ട്. ഇഷാൻ പറഞ്ഞു. അതിന്റെ ഇരട്ടി +2. ഞാൻ ചോദിച്ചതല്ല, തൊട്ടടുത്ത കോമ്പൗണ്ടിലേക്ക് പോകുമ്പോൾ എന്താ കൂടണത്? ബിൻഷാദ്. ഒരു കാർബണും 2 ഹൈഡ്രജനും. ഒരു കാർബണും 2 ഹൈഡ്രജൻ. നോക്കിക്കോ, സിമ്പിൾ ആണ് കേട്ടോ. ഇത് ശ്രദ്ധിച്ചു നോക്കി എന്തെങ്കിലും തന്നെ കിട്ടും. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ടിന് സെക്കൻഡ് കോമ്പൗണ്ടിലേക്ക് പോവാണ്. എത്ര കാർബൺ കൂടി? 1 കാർബൺ. എത്ര ഹൈഡ്രജൻ കൂടി? 2 ഹൈഡ്രജൻ, CH2. ഈ സെക്കൻഡ് കോമ്പൗണ്ടിന് തേർഡ് കോമ്പൗണ്ടിലേക്ക് പോവാണ്. അവിടെ നോക്കിക്കേ, 1 കാർബൺ കൂടി, 2 ഹൈഡ്രജൻ കൂടി. അടുത്തതും അതിലും എന്താ കൂടി? CH2. അടുത്തതും അതിലും എന്ത് കൂടി? CH2. അപ്പൊ ഈ സീരീസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? CH2. അപ്പൊ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ സീരീസിന് ഒരു ഫൈനൽ ടൈം ഉണ്ടാവില്ലേ? എന്ത് ടൈം ഉണ്ടാവില്ലേ? ഇതിനൊരു എന്ത് ടൈം ഉണ്ട്. ആ എന്ത് ടൈം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയൊന്ന്.
സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്ടറിനോട് വിളിച്ച് പറയാം അല്ലേ, കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ആദ്യം ഞാൻ എടുക്കണമെങ്കിൽ കുറച്ച് രസം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. എന്നേക്കാൾ അറിവ് നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാലോ, പറഞ്ഞു നോക്കട്ടെ. ഈ സീരീസിന്റെ ഫൈനൽ ടൈം, എൻഡ് ടൈം പറഞ്ഞ ഓൾജിബ്രായിക് ഫോം അങ്ങനെയല്ലേ പറയുന്നത്? അത് പറഞ്ഞു ഒന്ന് പറഞ്ഞോ. അറിയില്ല അപ്പോ Cn plus 2. Cn H n plus 2. അറിയില്ലല്ലേ, നന്നായി. H2n plus 2 ഇതാണ് കേട്ടോ. എങ്ങനെ വന്നത് പറഞ്ഞുതരാം. ഇതാണ് ഈ സീരീസിന്റെ ഓൾജിബ്രായിക് ഫോം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതിലെ ഒരു കോമ്പൗണ്ട് എടുത്തു, C5 C6 എടുത്തു, C6 H14. ഈ ഒരു കോമ്പൗണ്ട് എടുത്തു. ഈ കാർബൺ നോക്കി, കാർബണിന്റെ എമൗണ്ട് 6 എണ്ണമുണ്ട്. 6 കാർബൺ ഉണ്ട്. ഈ 6ൽ നിന്ന് 14 പോയത് എങ്ങനെയാണ്? 6നെ 14 ആക്കണമെങ്കിൽ എന്താ ചെയ്തത്? ഇവിടെ ഒന്ന് നോക്കിക്കുന്നു. 6നെ 14 ആക്കിയത് എങ്ങനെയാണ്? നമുക്ക് 6ന്റെ കൂടെ എന്ത് കൂട്ടാം? ഞാൻ പറഞ്ഞു 2 കൂട്ടിട്ട് 6ന്റെ കൂടി 8 കൂട്ടിക്കഴിഞ്ഞാൽ 14 ആവില്ലേ? ആവോ? തെറ്റിയോ? ആകോ? സ്വർണ്ണോ ആകോ? ആകോ? പക്ഷെ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കാര്യമുള്ള ദിവസം പറഞ്ഞുതരാം. ഓക്കെ, C6H14. ഇപ്പോ ഹലീം പറഞ്ഞു വന്നത് പോയിന്റ് ആണ് കേട്ടോ. 6നെ 14 ആക്കണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 × 2 ചെയ്യാം. 6 × 2 ചെയ്തുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 12 കിട്ടും. 12നെ 14 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? +2 ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് വേറൊരു കോമ്പൗണ്ട് എടുത്ത് നോക്കാം. C3H8 നോക്കാം. C3H8 എന്താ ഇതുപോലെ തന്നെ ചെയ്തു നോക്കി കേട്ടോ. നമ്പർ ഓഫ് കാർബൺ ആറ്റം × 2 ചെയ്തു. ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ട്. 3 × 2 ചെയ്തു, 6 കിട്ടി. ഇവിടെ എന്താ ചെയ്തത്? +2 ചെയ്തു. ഇവിടെ ഞാൻ +2 ചെയ്തു. എന്ത് കിട്ടും? 8 കിട്ടും. ഇനി നമുക്ക് ഈ സീരീസിൽ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. C4 ആയിക്കോട്ടെ. C4H10 4 4 × 2 8. 8 + 2 = 10. എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം × 2 ചെയ്തു. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കി ആ നമ്പർ × 2 ചെയ്തു. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ഈ ആൻസറിന്റെ കൂടി ഒരു 2 ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഇക്വേഷനിലോട്ട് നോക്കി, ഈ ഓൾജിബ്രായിക് ഫോമിലോട്ട് നോക്കി, നമ്പർ ഓഫ് കാർബൺ ആറ്റം n ആണെന്ന് വെച്ചിരിക്കും. ഹൈഡ്രജന്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ n-നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ കിട്ടിയ ആൻസറിന്റെ കൂടി ഒരു 2 ആഡ് ചെയ്തു. ഇതാണ് 2n + 2 എഴുതുന്നത്. n 2n + 2 Cn H2n + 2. ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഓൾജിബ്രായിക് ഫോം കിട്ടും. എന്ത് ടൈം കിട്ടും? ഇത് കിട്ടിയോ? മനസ്സിലായോ? ഈ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചു തന്നു. ഓക്കെ ആണ്? ഓക്കെ ആണെങ്കിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ നോട്ട്ബുക്കില്. ഈ സീരീസ് എഴുതി വെച്ചു. ഈ എഴുതിയ സീരീസ് CH4 പറഞ്ഞോ. സർ, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിനും ജനറൽ ഫോം ഉണ്ടോ? എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എഴുതിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ആൽക്കെയിൻസ് ആണ്. സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. ഇവരുടെ സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ ജനറൽ ഫോമിൽ ഇല്ല. സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാർ, ഈ സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരിൽ സ്പെഷ്യൽ കേസുകൾ വരും കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഞാൻ അവിടെ വെച്ച് പറയാൻ ക്ലിയർ ആക്കി തരാം. ഹെഡിങ് കൊടുത്തിട്ട് ഈ സീരീസ് എഴുതിക്കോ. പറഞ്ഞോ. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് ലാസ്റ്റ് ടൈം ആണോ? ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം എന്നൊക്കെ പറയും.
നിങ്ങൾ മാത്സിൽ കണ്ടുപിടിക്കുന്ന അത് തന്നെയാണ്. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ nth ടൈം എന്താ തന്നെയെന്ന് അറിയാം. ഇതിന്റെ nth ടൈം 2n ആണോ? 2n ആണ് ഇതിന്റെ nth ടൈം. 2n എന്നാണ് നിങ്ങൾ യൂസ് ചെയ്യണം. n തന്നെയാണ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? n = 1 കൊടുക്കണം. n = 1 കൊടുത്തു. അപ്പം 2n അവിടെ എന്ത് കിട്ടും? 2 × 1 that is equal to 2. ഫസ്റ്റ് ടൈം കിട്ടി. തേർഡ് ടൈം കണ്ടുപിടിക്കണം. 2 × 3 6 കണ്ടു. തേർഡ് ടൈം 6. ഇത് തന്നെയാണ് ഇവിടെ ചെയ്തത്. ഒരു ആൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു. ഇതിന്റെ nth ടൈം കണ്ടുപിടിച്ചു. ആ എന്നിൽ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് എത്രാമത്തെ ടൈം വേണമെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങൾ എഴുതേണ്ടത് CH4, C2H6, C3H8, C4H10, C5H12, etc. 6 എഴുതണമെന്നില്ല, എക്സെട്ര. ഇത് ആൽക്കൈൻസിന്റെ ഒരു സീരീസ് ആണ്. ആ സീരീസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വേർഡ്സിൽ എഴുതിക്കോട്ടോ. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിച്ചെന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചു. കോമൺ ഡിഫറൻസ് ഉണ്ട്. അതിനൊരു ജനറൽ ഫോർമുല ഉണ്ട്. അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം ഉണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടൈമാണ് ജനറൽ ഫോർമുല എന്ന് യൂസ് ചെയ്യുന്നത്. ജനറൽ ഫോർമുല ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുലയാണ് എഴുതിയത്. CnH2n + എന്നിന്റെ അവിടെ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് ആ കോമ്പൗണ്ട് കിട്ടും. എത്രാമത്തെ കോമ്പൗണ്ടാണ് കണ്ടുപിടിക്കുന്നത് ആ നമ്പർ കൊടുത്താൽ. അച്യുത ഡൗട്ടാണോ? അച്യുത അഭിന് ഡൗട്ട് ഉണ്ടോ? അല്ല സാർ. ഓക്കെ. ഇത്ര ഓക്കെ അല്ലേ? അപ്പോ ഫസ്റ്റ് കേസ് കഴിഞ്ഞു കേട്ടോ. ആൽക്കൈൻസ് കഴിഞ്ഞു. ആൽക്കൈൻസിനെ കുറിച്ച് നമ്മൾ ആ ഒരു ഐഡിയ കിട്ടി. അടുത്തത് ആൽക്കീൻസ്. Okay, alkenes. Alkenes in example C2H4, C3H6, C4H8, C5H10, C6H12. ഇതാണ് alkenes examples. Double bonded hydrocarbons ആണ്. HC എന്ന് എഴുതിക്കുന്ന ഹൈഡ്രോകാർബൺസ് ആണ് കേട്ടോ. ഡബിൾ ബോണ്ടഡ് BON ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ്. അവരുടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇത് സീരീസ് ആണോ നോക്കിക്കോന്ന് ആദ്യം. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിക്കോന്ന് ആദ്യം. ഇത് നോക്കിക്കോ. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിക്കോന്ന്. ഉണ്ടോ? ഇല്ല, ഉണ്ടല്ലോ. കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ കോമൺ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് കോമൺ ഡിഫറൻസ് എന്ന്? CH2 ആണോ? CH2 നോക്കിക്കൊന്ന്. ഒരു കാർബൺ കൂടി, 2 ഹൈഡ്രജൻ കൂടി. അടുത്തിലോട്ട് പോയി. ഒരു കാർബൺ കൂടി, 2 ഹൈഡ്രജൻ കൂടി. 1 കാർബൺ 2 ഹൈഡ്രജൻ. 1 കാർബൺ 2 ഹൈഡ്രജൻ. കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതിനൊരു ജനറൽ ഫോർമുല ഉണ്ടാവില്ലേ? ഓൾജിബ്രായിക് ഫോം ഉണ്ടാവില്ലേ? അതൊന്ന് കണ്ടുപിടിച്ച് നോക്കി. നേരത്തെ കണ്ടുപിടിച്ച പോലെ കാർബണിന്റെ നമ്പറിൽ നിന്ന് ഹൈഡ്രജൻ നമ്പർ കണ്ടുപിടിക്കാൻ നോക്കിക്കുക. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം, പെട്ടെന്ന് കിട്ടും. CN ഇത് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞു. CnH2n. എത്രയാണോ കാർബണിന്റെ നമ്പർ അതിന്റെ ട്വൈസ് ആയിരിക്കും ഹൈഡ്രജൻ. എക്സാമ്പിൾ നോക്കിയേ. C6H6 C6H12 6 കാർബൺ ഉണ്ട്.
അതിന് ട്വൈസ് ആണ്, അതിന്റെ ട്വൈസ് നമ്പർ ആണ് 12. C6H12. C3H6 ആണ്, 3 കാർബൺ ഉണ്ട്, അതിന് ട്വൈസ് 6. ഇനി 1000 എടുക്കാം, C1000 ആണെങ്കിൽ H എന്തായിരിക്കും? $2,000. 2000. C500 ആണ്, H 1000. ക്ലിയർ? കഴിഞ്ഞു. അടുത്തത് ഇവിടെ ഇതുണ്ടോ? അടുത്തത് alkynes. C2 പറഞ്ഞോ. സാർ ഇത് ബോണ്ട് എഴുതുന്നത് എങ്ങനെയാ? അത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇന്ന് പറഞ്ഞതിനാല് നമുക്ക് സമയം തീർന്നു. ഞാൻ ഇതൊന്നും തീർക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. C2H2, C3H4, C4H6, C5H8, C6H10, etc. ഫസ്റ്റ് നോക്കി കോമൺ ഡിഫറൻസ് ഉണ്ടോ? Yes, sir. കോമൺ ഡിഫറൻസ് ഇല്ലേ? പറഞ്ഞു തന്നാ കോമൺ ഡിഫറൻസ് എത്രയാണ്? CH2 തന്നെ. CH2 തന്നെ. കോമൺ ഡിഫറൻസ് CH2 തന്നെ. അത് തന്നെ നോക്കി, പേടിക്കൊന്നും വേണ്ട, അത് തന്നെയാ. ഒരു കാർബൺ 2 ഹൈഡ്രജൻ, കൂടിയത് നോക്കി. 2-ന് 3 വന്നു, 2-ന് 4 വന്നു, 2 ഹൈഡ്രജൻ കൂടി. എല്ലാത്തിനും CH2 കോമൺ ഡിഫറൻസ് ഉണ്ട്. അതിന് ഓൾജിബ്രൈക് ഫോം ഉണ്ടോ? ജനറൽ ഫോമിലുണ്ടോ? കണ്ടുപിടിച്ച് വന്നു. ഇത് പറഞ്ഞു വന്നിട്ട് CN H2n minus 2. H2n-2. സെയിം പാറ്റേൺ ആണ്. കാർബൺ ഡൈമൂൺ എടുക്കണം, അതിന് ട്വൈസ് എടുക്കണം എന്തായാലും. ട്വൈസ് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇതാണെങ്കിൽ C5H8 ആണെങ്കിൽ ആദ്യം ട്വൈസ് എടുത്തു, നമ്മൾ 10 കിട്ടി. 10-ന് 8 പോകണമെങ്കിൽ -2 ചെയ്യണം. ട്വൈസ് എടുക്കണം, ഒരു -2 ചെയ്യണം. അന്ന് ഒരു നിങ്ങൾ പറഞ്ഞു C100-ന്റെ പറഞ്ഞു H എത്രയായിരിക്കും? 198. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇത്ര ഓക്കെ ആണോ? പറഞ്ഞതിൽ ഇത്ര ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഞാൻ താപിൻ പറഞ്ഞു ആൽക്കീൻസിനെ എങ്ങനെ എഴുതുന്നു. നമ്മൾ ആൽക്കൈൻസ് കണ്ടു ഇങ്ങനെ എഴുതണേന്ന് കണ്ടു. ഇങ്ങനെ ഡബിൾ നമുക്ക് സിംഗിൾ ബോണ്ട് ഇട്ട് ചുമ്മാ എഴുതി പോയാൽ മതി. ഈ ആൽക്കീൻസ് എങ്ങനെ എഴുതുന്നു? ഫസ്റ്റ് കേസ് ആൽക്കീൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിൽ C1 ഉണ്ടോ? ഒരു കാർബണുള്ള കോമ്പൗണ്ട് ഉണ്ടോ? ആരും പറഞ്ഞില്ലല്ലോ. ഉണ്ടോ? ഒരു കാർബണുള്ള കോമ്പൗണ്ട് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും? റീസൺ എന്തായിരിക്കും? പറഞ്ഞു നോക്കിയോ? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞ സാധനം വേണം. ഒരു കാർബണിൽ ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റും നമുക്ക്? ഒരു കാർബണിൽ കൊണ്ട് ചുമ്മാ ഒരു ഡബിൾ ബോണ്ട് വരച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. ഡബിൾ ബോണ്ട് വരയ്ക്കണമെങ്കിൽ 2 പേര് വേണം. 2 പേരുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് നമുക്ക് അവിടെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ C2 തുടങ്ങി. ഇവിടെ അതെ, ട്രിപ്പിൾ ബോണ്ടിന്റെ കേസിലും അതെ. നോക്ക്, C1 ഇല്ല, അവിടെയും C2 തുടങ്ങി. ഇതുകൊണ്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കണമെങ്കിൽ 2 കാർബൺ വേണം. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ വരയ്ക്കണേ നോക്കാം. ആൽക്കീൻസ് 2 കാർബൺ ഈ കോമ്പൗണ്ട് എടുക്കുവാണ് കേട്ടോ. C2H4 എടുക്കുവാണ്. C2H4-ൽ 2 കാർബൺ ഉണ്ട്, 2 കാർബൺ വരച്ചു. ആൽക്കീൻസ് ആണ്, ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ ഏത് ബോണ്ട് ഇടണം? ഡബിൾ ബോണ്ട് ഇടണം. ഡബിൾ ബോണ്ട് ഇടണം. ഫസ്റ്റ് കാർബണിൽ ഇനി എത്ര ബോണ്ട് കൂടി വേണം?
ഫസ്റ്റ് കാർബണില് നോക്കി പറഞ്ഞു കേട്ടോ, ശരിക്കും നോക്കി പറയണം, തിരിച്ചു കളയരുത്. മൂന്നൊക്കെ കാണിക്കണ്ട കുറച്ച് പേര്. ഫസ്റ്റ് കാർബണിൽ ഇപ്പൊ എത്ര ബോണ്ട് ഓൾറെഡി ഉണ്ട്? ഫസ്റ്റ് കാർബണില് 2 ബോണ്ട് ഉണ്ടല്ലേ. ഇനി 2 ബോണ്ട് കൂടി മതി. ടോട്ടൽ 4 ബോണ്ട്സ് വേണം. ഇനി 2 ബോണ്ട് കൂടെ. ഈ 2 ബോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയും വരയ്ക്കാം. ഈ കുഴപ്പമാണെങ്കിൽ ഇവിടെ എവിടെയും വരയ്ക്കാം. അതും പറ്റൂല്ലെങ്കിൽ, ഒന്നും പറ്റൂല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വരയ്ക്കണേൽ കാര്യമൊന്നുമില്ല കേട്ടോ. 2 ബോണ്ട് എവിടേക്കും വരച്ചാൽ ചിലര് സംശയം ചോദിക്കും, അത് നേരത്തെ തന്നെ പറഞ്ഞാണ്, ഇങ്ങനെ വരച്ചാൽ കുഴപ്പമുണ്ടോന്നില്ല. നോ പ്രോബ്ലം. നമുക്ക് തിരിച്ചു വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, അതും കുഴപ്പമില്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 2 ബോണ്ട് ഉണ്ടായാൽ മതി. ഇതിലും എങ്ങനെയാണ് പറഞ്ഞോ. വേറെ ഡബിൾ ബോണ്ട് വരയ്ക്കാൻ പറ്റുമോ? വേറെ ഡബിൾ ബോണ്ട് നമുക്ക് ഇപ്പൊ ഇതിൽ വരയ്ക്കാൻ പറ്റില്ല. ഈ കോമ്പൗണ്ടിൽ വരയ്ക്കാൻ പറ്റില്ല. വേറെ കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ. ഈ ചാപ്റ്ററിൽ തന്നെ കാണുന്നു. സെക്കൻഡ് കാർബണാറ്റ് നോക്കി. ഇതിൽ ഇനി എത്ര ബോണ്ട് വേണം? സെക്കൻഡ് കാർബണാറ്റ് പറഞ്ഞോ, എത്ര ബോണ്ട് വേണം? 2 ബോണ്ട് വേണം. സിംഗിൾ ആണ്. ഓൾറെഡി ഇപ്പൊ 2 ബോണ്ട് ഉണ്ട്. ഒരു 2 ബോണ്ട് കൂടി വേണം. ഞാനിപ്പോ ഇവിടെ വരച്ചു. എന്റെ ഇഷ്ടമാണ് എവിടെ വരയ്ക്കണം. നിങ്ങൾ എവിടെയാണെങ്കിലും വരച്ചു. 2 ബോണ്ട് വരച്ചാൽ മതി. ഇപ്പൊ വരയ്ക്കില്ല, വരയ്ക്കാൻ പറഞ്ഞില്ല. ഹൈഡ്രജൻ നോക്കി. 4 ഹൈഡ്രജൻ അല്ലേ? C2H4 കഴിഞ്ഞു. അടുത്ത കോമ്പൗണ്ട് C3H6 എടുക്കുവാണ്. താഴെ വരയ്ക്കുവാണ് കേട്ടോ, സ്ഥലമില്ല. C3H6 3 കാർബൺ ഉണ്ട്. ഡബിൾ ബോണ്ട് വരയ്ക്കണം നമുക്ക്. എവിടെ വരയ്ക്കും ഡബിൾ ബോണ്ട്? 2ലും വരയ്ക്കണം. വരച്ചു നോക്കാം അല്ലെ? 2ലും ഡബിൾ ബോണ്ട് വരച്ചു. നിങ്ങൾ പറഞ്ഞു തന്നു. ഫസ്റ്റ് കാർബണിൽ ഇനി എത്ര ബോണ്ട് വേണം? 2 ബോണ്ട് കൂടി വേണം. സെക്കൻഡ് കാർബണിൽ എത്ര ബോണ്ട് കൂടി വേണം? ഇനി പറയണം. ഒന്നും വേണ്ട. നോക്കി, ഈ സെക്കൻഡ് കാർബണിൽ കണ്ടോ, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട് ആയി. പിന്നെ നോക്കണ്ട. തേർഡ് കാർബണിൽ എത്ര ബോണ്ട് വേണം? ഇനി 2. എല്ലാത്തിലും ഹൈഡ്രജൻ ഇട്ടു. എത്ര ഹൈഡ്രജൻ നമ്മൾ ഇട്ടു ടോട്ടലി? 4 ഹൈഡ്രജൻ ഇട്ടു. 4 ഹൈഡ്രജൻ ഇട്ടു. എത്ര ഹൈഡ്രജൻ ശരിക്കും വേണമായിരുന്നു? 6 വേണമായിരുന്നു. ബാക്കി 2 അവിടെ പോയി. തെറ്റിപ്പോയി അല്ലെ? അപ്പൊ എവിടെ തെറ്റിപ്പോയി? ആ തെറ്റ് ഞാൻ പറഞ്ഞുതരാം. ആൽക്കെയിൻസ്, ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്, നമ്മള് ഒരു ഡബിൾ ബോണ്ട് വരച്ചാൽ മതി. 2 വരയ്ക്കണ്ട, ഒരു ഡബിൾ ബോണ്ട് വരച്ചാൽ. ഏതെങ്കിലും 2 കാർബണാറ്റ് തമ്മിൽ ഡബിൾ ബോണ്ട് വരച്ചാൽ. ഇനി നിങ്ങൾ നോക്കിക്കേ, സെക്കൻഡ് കാർബണാറ്റത്തിൽ ഇനി എത്ര ബോണ്ട് കൂടി ഉണ്ട്? എത്ര ബോണ്ട് കൂടി വേണം സെക്കൻഡ് കാർബണാറ്റത്തിൽ? സെക്കൻഡ് കാർബണാറ്റം ഇതാണ്. സെക്കൻഡ് കാർബണാറ്റം 1. തേർഡ് കാർബണാറ്റത്തിലോ 1. ഹൈഡ്രജൻ ഇട്ടു. ഇപ്പൊ എത്ര ഹൈഡ്രജൻ ആയി? 6 ആയത് കണ്ടോ? ഇപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആൽക്കീൻസില് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരിൽ 2 കാർബണായിട്ട് തമ്മിൽ ഡബിൾ ബോണ്ട് മതി. ഒരു ഡബിൾ ബോണ്ട് മതി. 2 ഡബിൾ ബോണ്ടോ 3 ഡബിൾ ബോണ്ടോ ഒന്നും വേണം. ഒരു ഒറ്റ ഡബിൾ ബോണ്ട് മതി ഒരു ആൽക്കീൻ ആകാൻ. ഒന്ന് എഴുതി വെച്ചോ, എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഡബിൾ ബോണ്ടിന്റെ ഹെഡിങ്ങിന് താഴെ എഴുതി വെച്ചു. only 1 double bond is needed. ഒരു ഡബിൾ ബോണ്ട് മതി. മോർ ദാൻ 1 വേണ്ട. ഇതായിട്ട് കാര്യമില്ല, നമ്മൾ തെറ്റിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് ആൽക്കൈനും കൂടെ നോക്കാം. ആൽക്കൈനിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഫസ്റ്റ് തന്നെ ആയിക്കോട്ടെ. C2H2. C2H2 2 കാർബൺ. ഏത് ബോണ്ട്?
ട്രിപ്പിൾ ബോണ്ട് വരച്ചു. ഫസ്റ്റ് കാർബണിന് എത്ര ബോണ്ട് കൂടി വേണം? പെട്ടെന്ന് പെട്ടെന്ന് വേണം. ഒരു ബോണ്ട് കൂടി മതി. സെക്കൻഡ് കാർബണിൽ എത്ര ബോണ്ട് കൂടി വേണം? ഒരു ബോണ്ട് കൂടി മതി. ഹൈഡ്രജൻ ഇട്ടു. 2 കാർബൺ 2 ഹൈഡ്രജൻ. ശരിയാണ്, കഴിഞ്ഞു. അടുത്ത കോമ്പൗണ്ട് എടുക്കാം. മിഡിൽ ഒരു കോമ്പൗണ്ട് എടുക്കാം. C4H6. 4 കാർബൺ ഉണ്ട്. C4H6. 4 കാർബൺ. എത്ര ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും? ഒരു ട്രിപ്പിൾ ബോണ്ട് മതി കേട്ടോ. അത് എഴുതി വെച്ചാൽ ഒറ്റ ട്രിപ്പിൾ ബോണ്ട് മതി, ഒന്നിൽ കൂടുതലിന്റെ ആവശ്യമില്ല. ആ ഒറ്റ ട്രിപ്പിൾ ബോണ്ട് എവിടെ ഇടാം നമുക്ക്? അത് നോക്കിയത് എവിടേക്ക് ഇടാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എവിടേക്ക് ഇടാൻ എനിക്ക് ചാൻസ് ഉണ്ട്. ആ വേണമെങ്കിൽ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം. ഒന്ന് ചാൻസ് ഉണ്ട്. എവിടെ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ഇവിടെ ഇട്ടു. എന്റെ ഒരു ഇഷ്ടം ഇവിടെ ഇടാനാണ്. ഞാനപ്പോ ഇവിടെ കൊണ്ടുവന്നു ട്രിപ്പിൾ ബോണ്ട് ഇട്ടു. ശരിയാവും നോക്കിക്കൊന്ന്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊന്ന്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ട്, ഇവിടെ 2 ഡബിൾ ബോണ്ട്, ഇവിടെ 2 സിംഗിൾ ബോണ്ട് ഇട്ട്. ശരിയാവോ എന്ന് നോക്കിക്കൊന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിക്കേ. ഞാനിപ്പോ വരച്ചതിൽ കുഴപ്പമുണ്ടോ? തെറ്റാ? എവിടെ തെറ്റിപ്പോയി? എവിടെ തെറ്റിപ്പോയി അത് പറ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എവിടെ തെറ്റിപ്പോയി? സാർ 2 കാർബൺ ഫുള്ളാ. ഇവിടെ നോക്കി. ശരിയാണോ അത്? ശരിയാണോ തെറ്റാണ്? എനിക്കത് അറിഞ്ഞാൽ മതി. ശരിയാ സാർ. ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ, ഇനി ചാൻസ് ഇല്ല. ശരിയാണോ തെറ്റാണോ? ശരിയാ സാർ. ആ തെറ്റ് എവിടെയാന്ന് പറയാന്നേ. തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ സാർ. ശരിയാണ് കേട്ടോ, ഇത് ശരിയാണ്. എനിക്ക് ഇവിടെ വരയ്ക്കാം. ശരിയാണ്. ഇനി നിങ്ങൾ ബാക്കി ഇട്ട് നോക്കിക്കേ. അടുത്ത ഹൈഡ്രജൻ ഇട്ട് നോക്കിക്കേ. ഫസ്റ്റ് കാർബൺ പെട്ടെന്ന് ചെയ്യാം. ഫസ്റ്റ് കാർബൺ എത്ര ബോണ്ട് കൂടി വേണം ഇനി? ഫസ്റ്റ് കാർബണിന് 3. 3 ബോണ്ട് കൂടി വേണം. 1 2 3. സെക്കൻഡ് കാർബൺ ബോണ്ട് വേണോ? വേണ്ട. തേർഡ് കാർബൺ ബോണ്ട് വേണോ? വേണ്ട. ഫോർത്ത് കാർബൺ ബോണ്ട് വേണോ? എത്ര ബോണ്ട് വേണം? 3 ബോണ്ട് വേണം. ഇനി അതിൽ ഹൈഡ്രജൻ ഇട്ട് നോക്കി. 1 2 3 4 5 6. കഴിഞ്ഞില്ലേ? ഇവിടെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാം. ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഇടായിരുന്നു. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ ബോണ്ട് ആവും. അങ്ങോട്ടും ഇങ്ങോട്ട് പൊസിഷൻ മാറുമെന്നുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് നാളെ വരും കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഞാനൊരു കോമ്പൗണ്ട് തരും. കോമ്പൗണ്ട് നിങ്ങളടുത്ത് വരച്ച് കാണിക്കാൻ പറയും, അറിയിക്കും. 4 കാർബണുള്ള ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് പറയാൻ പറയും. നിങ്ങൾ പറയണം. അപ്പൊ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് വേണ്ട നാളെ. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കാനാണോ? നോക്കിക്കോ. ഇതുപോലെ നമുക്ക് ഡബിൾ ബോണ്ട് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് കൊടുക്കാം. ചെയ്യാം. ഡബിൾ ബോണ്ട് ചെയ്യാം. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഏത് കാർബൺ ആറ്റത്തിന്റെ മിഡിലും ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് മാറ്റി മാറ്റി ഇടാം. അതിന് ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്യും. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഐഡിയ കിട്ടും. അബിൻ പറഞ്ഞോ. സാർ ഈ സിംഗിൾ ബോണ്ടിലും ഡബിൾ ബോണ്ടിലും ഈ കോമ്പൗണ്ട്സ് കേട്ടില്ലല്ലോ. ഈ കോമ്പൗണ്ട്സിന്റെ പാറ്റേൺസ് വ്യത്യാസമല്ലേ? മനസ്സിലായില്ല സാർ. കോമ്പൗണ്ട്സിന്റെ പാറ്റേൺസ് വ്യത്യാസമല്ലേ സാർ? ഇപ്പൊ സിംഗിൾ ബോണ്ടില് CH4 പിന്നെ C2H6 അതേപോലെ തന്നേക്കണു. അതേപോലെ ഡബിൾ ബോണ്ടില് ഒരു പാറ്റേൺ തന്നേക്കണു, ട്രിപ്പിൾ ബോണ്ടിൽ തന്നേക്കണു. ഇത് 3 തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? അപ്പൊ നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പാടില്ല ഏതാ ബോണ്ട്. അത് നാളെ പറയാം കേട്ടോ. ഓക്കെ, തൽക്കാലം ഒരു മിനിറ്റ് മുമ്പ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവർക്ക് വെയിറ്റ് ചെയ്തോ, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. നാളെ കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir. താങ്ക് യു സാർ. Thank you, sir. താങ്ക് യു സർ.
താങ്ക് യു സാർ.